നമസ്കാരം. എൻ്റെ പേര് ശാന്തി ദിവാകരൻ. ഞാനിപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ തേർഡ് ഗ്രേഡ് ഓവർസിയറായിട്ട് ജോലി ചെയ്യാണ്. ഞാൻ ഹോളി മദറിൽ ജോയിൻ ചെയ്തത് 2020 ഒക്ടോബറിലാണ്. അപ്പോൾ അന്ന് ഞാൻ PSC അത്ര സീരിയസ് ആയിട്ടൊന്നും നോക്കണ്ടായിരുന്നില്ല. എൻ്റെ ചേച്ചി പക്ഷെ നന്നായിട്ട് നോക്കണ്ടായിരുന്നു. അപ്പൊ ചേച്ചി നിർബന്ധിച്ചിട്ടാണ് ഞാൻ ചേച്ചിയുടെ ഒപ്പം ഹോളി മദറിൽ ജോയിൻ ചെയ്തത്. അന്ന് പിന്നെ ചെറുതായിട്ട് ക്ലാസ് ഒക്കെ കേൾക്കണ്ടായിരുന്നു. സ്ഥിരം ലൈവ് ക്ലാസ് കേൾക്കും. ലൈവ് ക്ലാസ് കേട്ട് പിന്നെ സാറിന്റെ മോട്ടിവേഷനും കൂടി ആയപ്പോഴാണ് ഞാൻ ശരിക്കും PSCയുടെ ട്രാക്കിലേക്ക് എത്തിയത്. പിന്നെ സാറ് പറയണ പോലെ തന്നെ പഠിച്ചു എന്നല്ലാണ്ട് വേറെ കൂടുതലായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. സാറ് പറയണ പോലെ തന്നെ എന്നും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യും. പിന്നെ സാറ് പഠിക്കാൻ പറയണതൊക്കെ നന്ന് പഠിക്കും. പിന്നെ മുന്നേ പഠിച്ചതും എല്ലാ ദിവസവും വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ സ്ഥിരം വായിച്ച് ഏകദേശം അത് കാണാപ്പാടം പോലെ ആവാറുണ്ട്. അങ്ങനെയാണ് സാറിന്റെ ഒരു പഠന രീതി പറയാറ്. സാറ് എന്നും എല്ലാ സബ്ജക്ട്സും പറ്റാവുന്ന പോലെ വായിക്കാൻ പറയാറുണ്ട്. അപ്പൊ അത് ഞാൻ ഒക്ടോബറിൽ ജോയിൻ ചെയ്തിട്ട് മെയ്യിലായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ എക്സാം. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ എക്സാമിന് വേണ്ടിയിട്ട് മെക്കാനിക്കൽ മാത്രമാണ് ഞങ്ങള് കമ്പൈൻ സ്റ്റഡി ചെയ്ത് പഠിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ സാറിന്റെ ക്ലാസ് മാത്രം കേട്ട് പഠിക്കുകയാണ് ചെയ്തേക്കുന്നത്. കമ്പൈൻ സ്റ്റഡി നടത്താൻ പറഞ്ഞതും സാർ തന്നെയാണ്. അപ്പൊ അവിടെ ഹോളി മാതയിൽ പഠിക്കുന്ന കുറച്ച് പേര് കൂടിയിട്ട് ഞങ്ങൾ രാവിലെ 5 മണിക്കൊക്കെ എനിക്ക് കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്താറുണ്ട്. അപ്പൊ എല്ലാവരുടെയിലുള്ള നോട്ട്സ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തിയിരുന്നത്. അത് നല്ല ഉപകാരം ഉള്ളത് തന്നെയായിരുന്നു. സാറ് നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി തുടങ്ങിയത്. അങ്ങനെ സാറ് പറയണ പോലെ തന്നെ പഠിച്ചാണ് ഞാൻ ലിസ്റ്റിൽ കയറിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങനെ ക്ലാസ്സിൽ വേറൊരു ജോബിൽ ജോയിൻ ചെയ്ത് പിന്നെ എനിക്ക് അങ്ങനെ സ്ഥിരം ക്ലാസ്സിൽ കയറാൻ പറ്റിയിരുന്നില്ല. സാറിന്റെ ഒരു മോട്ടിവേഷനും സാറിന്റെ പഠന രീതി സാർ പറയണ പോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത്.